വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും ഫോറസ്റ്റിനുള്ളിൽ കുടുങ്ങി എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇന്ന് നടന്ന മത്സരത്തിൽ 1-0 സിറ്റി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പോയിന്റ് ടേബിളിലേക്ക് വരുമ്പോൾ 28 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 51 പോയിന്റുമായിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3-ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. അവരുടെ ഈ സീസണിലെ റണ്ണ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ന്യൂനോയുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇപ്പൊ കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ സ്റ്റാറ്റൊക്കെ നോക്കുമ്പോൾ പൊസിഷന്റെ ഭൂരിഭാഗവും സിറ്റിയുടെ കയ്യിൽ തന്നെ ആയിരുന്നു. 16ഓളം ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു, 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. പക്ഷേ കിട്ടിയ അവസരങ്ങൾ കറക്റ്റായിട്ട് മുതലാക്കാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അവർ 9 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 4 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിച്ചു. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്നും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോ സിറ്റിക്ക് വേണ്ടി ഹാലണ്ട് അടക്കമുള്ള എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി. ഫോർഡൻ, ഹാലണ്ട്, സവീഞ്ഞോ, ഡോക്കു, ഇങ്ങനെ ശക്തമായിട്ടുള്ള ഒരു ഒഫൻസീവ് ലൈനപ്പ് തന്നെയാണ് ഇന്ന് ഇറങ്ങിയത്. എല്ലാവർക്കും ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹാലണ്ടിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഡോക്കു ലെഫ്റ്റ് വിങ്ങിലൂടെ 3-4 കിടില മൂവ്സ് ഒക്കെ നടത്തി. സവീഞ്ഞോക്ക് 1-2 ഹാഫ് ചാൻസ് ഒക്കെ കിട്ടി. പക്ഷേ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ സിറ്റിക്ക് കഴിയാതെ പോയി എന്ന് പറയേണ്ടി വരും. ഇവിടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഡിഫെൻസീവ് പ്ലേയേഴ്സിനെ എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോ മുറിയിലോയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളി ഓരോ മത്സരം കഴിയുന്തോറും പുള്ളിയുടെ ഇമ്പാക്ട് കൂടി വരികയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ മിഡ്ഫീൽഡിലെ പ്ലേയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എലാങ്കി ആയാലും ഹഡ്സൺ അഡോയി ആയാലും അവർ കൊണ്ടുവരുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അവർ റൺ ആയാലും പ്രോപ്പർ മൂവ്മെന്റ് ആയാലും ശരിക്കും പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രോപ്പർലി കോച്ച് ചെയ്തിട്ടുള്ള ഒരു ടീമിനെയാണ് നമ്മൾ കാണുന്നത്. അത് പറയാൻ കാരണം സാധാരണ നമ്മൾ ടൈറ്റ് സ്പേസിൽ നിന്നൊക്കെ ബോൾ പോകുമ്പോൾ അത് മിഡ്ഫീൽഡ് ആയാലും വിങ്ങിൽ നിന്നായാലും പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ കൗണ്ടർ അറ്റാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ടീമുകളും ഫസ്റ്റ് ഹാഫിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ 1-2 സേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 0-0 എന്ന നിലയിൽ തന്നെയാണ് കളി മുമ്പോട്ട് പോയത്. സെക്കൻഡ് ഹാഫില് കുറച്ചുകൂടി സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രഷർ കൊണ്ടുവരാൻ വേണ്ടി സിറ്റി ശ്രമിച്ചു. പക്ഷേ അത് വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയില്ല. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഡിഫൻസ് സോളിഡ് ആയിട്ട് തന്നെ പല അവസരങ്ങളും റിക്കവർ ചെയ്തുകൊണ്ട് കൗണ്ടർ അറ്റാക്കിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. ഇവിടെ സെൽസിന്റെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷനും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ ഹെൽപ്പ് ചെയ്തു. എന്നാൽ അവസാന ഘട്ടത്തിൽ ഹഡ്സൺ അഡോയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ ആ ഗോളിലേക്ക് വഴിവെച്ചത്. എഡേഴ്സനെ പോലുള്ള ഒരു ഗോൾ കീപ്പർ ആ ഷോട്ടൊക്കെ ഈസി ആയിട്ട് സേവ് ചെയ്യേണ്ടതാണ്. നമ്മൾ അലിസൺ ബെക്കറുമായിട്ടൊക്കെയാണ് എഡേഴ്സനെ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള ഷോട്ടൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തോൽവിയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. കാരണം ഹഡ്സൺ അഡോയി ഞാൻ വിചാരിച്ചു റൈറ്റ് വിങ്ങിലൂടെ പോയി ചിലപ്പോൾ കട്ട് ബാക്ക് ചെയ്തിട്ട് ആ ഒരു ബോക്സിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പുള്ളി അങ്ങനെ ചെയ്തില്ല. റൈറ്റ് സൈഡ് കോർണറിലേക്ക് ഷോട്ട് എടുത്തു. എഡേഴ്സൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ആ ഷോട്ട് പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എഡേഴ്സിനെ ബീറ്റ് ചെയ്തു. അങ്ങനെ 83ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എത്താണ്. നമുക്കറിയാം അതോടുകൂടി കളി ഏകദേശം കഴിഞ്ഞു തന്നെ പറയേണ്ടി വരും. പിന്നീട് 1-2 ചാൻസുകൾ കിട്ടി. അവിടെ ശരിക്കും പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ മിഡ്ഫീൽഡിൽ നിന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ടുകൾ പുറത്തേക്ക് പോവുകയും ചെയ്തു. അല്ലാതെ വലിയ ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും സിറ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കുസ്നോവിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളിയുടെ കോൺഫിഡൻസ് ഓരോ മത്സരം കഴിയുന്തോറും കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഡിഫെൻസീവ് അവയർനെസ് ഉള്ള ഒരു പ്ലെയർ ആണ്. പുള്ളിയുടെ സ്പീഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് മത്സരം കൂടി കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരു പ്രോപ്പർ ഡിഫൻഡർ ആയിട്ട് വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പൊ കാണുന്നുണ്ട്. ഇന്നും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കുസനോവ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.